ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും പുതിയ സെഷന് സ്വാഗതം. ഇത് നമ്മൾ പറയാൻ പോകുന്നത് വെച്ചാൽ ഗ്രോയിൽ നമുക്ക് അങ്ങനെ ഒരു സ്റ്റോക്ക് ബൈ ചെയ്യാം, ഒരു സ്റ്റോക്ക് നമുക്ക് എങ്ങനെ സെൽ ചെയ്യാം. ഈ ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് സ്റ്റോക്ക് എങ്ങനെ സെർച്ച് ചെയ്ത് എടുക്കാം, അതുപോലെ തന്നെ ഒരു സ്റ്റോക്ക് അങ്ങനെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഗ്രോയിൽ നിങ്ങൾക്ക് അങ്ങനെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചാനലിൽ പ്ലേ ലിസ്റ്റിൽ പോയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ വീഡിയോ സെലക്ട് ചെയ്താൽ അവിടെ നമ്മുടെ ഗ്രോയുടെ A to Z ആയിട്ടുള്ള സീരീസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എടുത്ത് കാണാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് അങ്ങനെ സ്റ്റോക്ക് ബൈ ചെയ്യാം, അങ്ങനെ സ്റ്റോക്ക് സെല്ല് ചെയ്യാം. ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെർച്ച് ചെയ്തിട്ട് രണ്ട് ഓപ്ഷനാണുള്ള. സെർച്ച് ചെയ്തിട്ട് എടുക്കാം. സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ളൊരു സ്റ്റോക്ക്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് വെച്ചൊരു സ്റ്റോക്ക്. ഓക്കെ, നമുക്കിപ്പോൾ ഇവിടെ ഒരു HDFC ബാങ്കിൻ്റെ എന്ത് ചെയ്യാം, ഒരു സ്റ്റോക്ക് നമുക്ക് നോക്കാം. ഇവിടെ വന്ന് കാണാം HDFC ബാങ്ക്. അടിയിൽ ചെറുതായിട്ട് കാണാം സ്റ്റോക്ക് എന്ന് കണ്ട് കാണാം. ഓക്കെ, നമ്മൾ ആ സ്റ്റോക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ആ സ്റ്റോക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ സ്റ്റോക്കിൻ്റെ ഒരു ചാർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഓപ്പൺ ചെയ്ത് തരും. ഇതേപോലത്തെ ഇൻ്റർഫേസും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം. സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ വില എന്ന് പറഞ്ഞാൽ 1007 രൂപ 70 പൈസ. ഈ ഒരു രീതിയിലാണ് സ്റ്റോക്കിൻ്റെ വില ഇപ്പോൾ കിടക്കുന്നത്. ഓക്കെ, ഇവിടെ പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ മാർക്കറ്റിൻ്റെ ഓരോ കാര്യങ്ങൾ. ഇവിടെ വീക്കിലി ഗ്രാഫ് കിട്ടും, മന്ത്ലി ഗ്രാഫ്, 3 മന്ത്, 6 മന്ത്, ഈ കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, നമ്മൾ 1 മന്ത് ഇടാം. ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാം അടിയിലായിട്ട് FN, അതായത് ഓവർവ്യൂ, അതേപോലെ ന്യൂസ്, ഇവൻറ്റ്, F&O എന്നാണ്. പിന്നെ എൻ്റെ ഈ ഒരു സെലക്ട് ചെയ്ത് കിടക്കുന്ന ഒരു F&Oയിലാണ്. നിങ്ങളൊരു ഓവർവ്യൂവിൽ ഇട്ടാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബൈ സെൽ എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ സെലക്ട് ചെയ്ത് നിൽക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൈ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ വരത്തില്ല. ഓക്കെ, ഇവിടെ ന്യൂസ് കാര്യങ്ങൾ, സ്റ്റോക്കിന് ബേസുള്ള ന്യൂസും കാര്യങ്ങളും ഇവിടെ വരും. ഈ സ്റ്റോക്കിന് ബേസുള്ള ഇവൻറ്റും കാര്യങ്ങളും ഇവിടെ അറിയിക്കും. ഓക്കെ, എത്ര കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ. മാർക്കറ്റ് എന്ന് എത്ര രൂപക്ക് ഓപ്പൺ ചെയ്തു, പ്രീവിയസിൽ എത്ര രൂപ ക്ലോസ് ചെയ്തു, വോളിയം കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. നമ്മളെ ഫണ്ടമെൻറ്റൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ ചെറുതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം മാർക്കറ്റ് ക്യാപ്പ് എത്ര കാര്യങ്ങളൊക്കെ, ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഫിനാൻഷ്യൽ റിവ്യൂ, പ്രോഫിറ്റ്, നെറ്റ് വർത്ത് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിൽ ആരൊക്കെ ഷെയർ ഹോൾഡേഴ്സ്, പാർട്ടേൺസ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മ്യൂച്വൽ ഫണ്ടിലുണ്ട്, റീറ്റെയിൽസ് ഉണ്ട്, അതർ ഡൊമസ്റ്റിക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഗ്രോൻ്റെ ഇതിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങൾ ഇവിടെ കിട്ടും. ഓക്കെ, നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ അനാലിസിസ് ചെയ്തിട്ട് നല്ല രീതിക്ക് മാത്രം സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കും. ഓക്കെ, ഇവിടെ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് ബൈ ചെയ്യാൻ മറ്റു കാര്യങ്ങൾ കാണിച്ചു തരാം. ഇവിടെ ഈ സ്റ്റോക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അതായത് ഈ സ്റ്റോക്ക് നിങ്ങൾക്ക് സേവ് ചെയ്യണം. അതായത് ഒരു വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ കാണാം ഒരു അലാറം, സെർച്ചിൻ്റെ ഇടയിലായിട്ട് ചെറിയ ചിഹ്നം കാണാം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മാർക്കറ്റ് അതായത് ഏതെങ്കിലും ഒരു ഇതിലേക്ക് പോയിട്ട് സേവ് ആവും, ഓട്ടോമാറ്റിക് സേവ് ആവും. നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ക്രിയേറ്റ് ന്യൂ വാച്ച് ലിസ്റ്റ് എന്നുള്ളത്. അതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്താൽ ഏതെങ്കിലും നെയിം കാര്യങ്ങൾ കൊടുത്തിട്ട് അതിൽ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ സ്റ്റോക്ക് കാര്യങ്ങൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത ഓരോ വാച്ച് ലിസ്റ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം. സ്റ്റിംഗ് റേറ്റ് അത് വെച്ചിട്ട് സേവ് ചെയ്തു. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് സേവ് ചെയ്യാം, മാറ്റിയിട്ട് സേവ് ചെയ്യുക കാര്യങ്ങൾ ചെയ്യാം. നമുക്കിവിടെ ഈ സ്റ്റോക്ക് അങ്ങനെ ബൈ ചെയ്യാൻ നോക്കാം. ജസ്റ്റ് ഇവിടെ ബൈ കൊടുക്കുക. ബൈ കൊടുക്കുമ്പോൾ ഇതേപോലത്തെ ഇൻ്റർഫേസും കാര്യം വരും. നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കേസ് വെച്ചാൽ ഇവിടെ ഇൻട്രാഡേ ആണോ ഡെലിവറി ആണോ കാര്യങ്ങൾ നോക്കുക. ഡെലിവറിയിൽ കൊടുക്കുക. ഡെലിവറിയിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എത്ര ക്വാണ്ടിറ്റി ആണോ വേണ്ടത് ആ ക്വാണ്ടിറ്റി ഇവിടെ സെലക്ട് ചെയ്യുക. എത്ര ക്വാണ്ടിറ്റി നിങ്ങൾക്ക് വേണം ആ ഒരു ക്വാണ്ടിറ്റി സെലക്ട് ചെയ്യുക. നിങ്ങൾ എത്ര രൂപക്കാണ് എടുക്കുന്നത് ആ രൂപ ഇവിടെ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ലിമിറ്റ് ടോട്ടൽ കാര്യങ്ങൾ കൊടുക്കാൻ നോക്കുക മാക്സിമം. ഓക്കെ, ഇത്രയും കാര്യം കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ബൈ കൊടുക്കാം. ഓക്കെ, ബൈ കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ ബാലൻസ് കാര്യങ്ങളില്ല, അതുകൊണ്ടാണ് ഇവിടെ ആഡ് മണി എന്ന് പറയുന്നത്. ഇതിൽ ഫണ്ടോ കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഞാൻ ഫുള്ളി ചെയ്യുന്നത് പൈസയിലാണ്. ഇപ്പോൾ ഇതിൽ കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് മണി ആഡ് ചെയ്യാൻ കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് ഇത്രയും നല്ല രീതിക്ക് ചെയ്യുക. ഓക്കെ, ബൈ കൊടുത്താൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോക്ക് അവിടെ ലിമിറ്റ് ടോട്ടൽ കിട്ടും. എപ്പോൾ 1007 രൂപ 70 ആകുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ആ സാധനം കിട്ടും. ഓക്കെ, ഇൻട്രാഡേ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇൻട്രാഡേ ഇവിടെ സെലക്ട് ചെയ്യാം. എത്ര സ്റ്റോക്ക് നിങ്ങൾക്ക് വേണം ആ സ്റ്റോക്ക് നിങ്ങൾ സെലക്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ആഡ് സ്റ്റോപ്പ് ലോസ് ആൻഡ് ടാർഗറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ഇത് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 രൂപയൊക്കെയാണ് നിങ്ങൾ വെക്കുന്നുണ്ടെങ്കിൽ 993 രൂപ സ്റ്റോപ്പ് ലോസ് വെക്കുക. നിങ്ങൾ ടാർഗറ്റ് വെക്കാൻ പോകുന്നത് ഒരു 1000
1120 രൂപയാണെങ്കിൽ ഈ രീതിയിൽ കൊടുത്തിട്ട് നല്ല രീതിക്ക് നിങ്ങൾക്ക് കൊടുക്കാം. അതായത് ഇൻട്രാഡേ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ലിവറേജും കാര്യങ്ങളും കിട്ടും. ദെൻ നിങ്ങൾ ഒരു സ്വിംഗ് ട്രേഡ് കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, MTF എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. ദെൻ ഈ MTF കാര്യങ്ങൾ നിങ്ങൾ ആക്റ്റീവ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലിവറേജ് കാര്യങ്ങളും കിട്ടും. ഓക്കെ, ദെൻ ലിവറേജ് എന്ന് പറഞ്ഞാൽ ദെൻ നിങ്ങളുടെ അടുത്ത് ഒരു 1000 രൂപക്ക് വാങ്ങുന്ന സ്റ്റോക്ക് ഒരു 1000 രൂപ, ഇതിന് 1007 രൂപയാണല്ലോ അല്ലേ. ദെൻ ഈ ഒരു 1007 രൂപക്ക് നമുക്കൊരു സ്റ്റോക്കേ വാങ്ങാൻ പറ്റത്തുള്ളൂ. ദെൻ MTF വഴി നമുക്ക് എന്ത് ചെയ്യാം, ഈ 1007 രൂപക്ക് ചിലപ്പോൾ ഒരു 3 സ്റ്റോക്ക് വാങ്ങാൻ പറ്റും. ദെൻ ലിവറേജ് കിട്ടും. ഓക്കെ, ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് അത് അതിലാണെന്നുണ്ടെങ്കിൽ അതിൽ ചെയ്യാം. ഓക്കെ, ദെൻ അത് ജസ്റ്റ് ആക്റ്റീവ് ചെയ്തിട്ട് അതിൽ ചെയ്താൽ മതി. ഓക്കെ, ദെൻ ഇത്രയാണ് ഇപ്പോൾ സ്റ്റോക്ക് ഈ കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ദെൻ ഇത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ദെൻ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട്, അതായത് ഇനി നമ്മൾ വരുന്ന വീഡിയോയിൽ എന്തൊക്കെ ഉണ്ടാവും എന്ന് വെച്ചാൽ, നമ്മളുടെ ഇൻട്രാഡേ ട്രേഡിംഗ് എന്താണെന്നും അത് സ്വിംഗ് ട്രേഡിംഗ് എന്താണെന്നും ഈ കാര്യങ്ങൾ, സ്വിംഗ് ട്രേഡിംഗ് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ള ഈ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതൊരു സീരീസ് ആയിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സീരീസ് ഫുള്ളായിട്ട് കണ്ടു നമ്മൾ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ദെൻ അതുപോലെ തന്നെ നമ്മളെ കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കാര്യങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ടെലഗ്രാം കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ തരുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും അതിൽ പോയിട്ട് ജോയിൻ ചെയ്യുക. ദെൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്നെ കോൺടാക്ട് ചെയ്യുക. ദെൻ എൻ്റെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കാര്യങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ എന്ത് കാര്യത്തിന് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ആ ഒരു കാര്യം ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യത്തിനും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ആ ഒരു നമ്പർ കാര്യം ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ അടുത്തതായിട്ട് നമ്മൾ 5Sൻ്റെ ഒരു സീരീസും കാര്യം ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാച്ചും കാര്യം ചെയ്യാം. ദെൻ അതിൻ്റെ പ്ലേലിസ്റ്റും കാര്യങ്ങളും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ മെയിൻ ചാനലുണ്ട്. അപ്പോൾ നിങ്ങളത് പോയിട്ട് സെലക്ട് കാര്യം ചെയ്തിട്ട് നല്ല രീതിയിൽ കാണാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുക. ദെൻ നല്ല രീതിയിൽ പഠിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് കാര്യം ചെയ്യുക. ചുമ്മാതെ പോയിട്ട് ഒരു സ്റ്റോക്കും സെലക്ട് ചെയ്തിട്ട് ഒരു സ്റ്റോക്കിലും പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. ഓക്കെ, ഒന്ന്. ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്തായാലും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ ബെല്ലൈക്കൺ ഓൾ എന്ന എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, ദെൻ നമ്മൾ വീഡിയോ ആരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാം. ദെൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായം കാര്യങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കാം. ദെൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം. ദെൻ എന്തിനേയും കുറിച്ച് അറിയണം താല്പര്യം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. ഓക്കെ, ദെൻ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, ബൈ.